കേരളത്തിൽ എയിംസ് വന്നില്ലെങ്കിൽ താൻ രാഷ്ട്രീയം വിടുമെന്ന നിലപാട് ആവർത്തിച്ച് പറയുകയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. എയിംസിന്റെ പേരും പറഞ്ഞ് പലരും എന്നെ തേച്ചു. എന്നാൽ എയിംസ് വന്നാൽ അതിന്റെ ക്രെഡിറ്റ് തനിക്ക് തന്നെ ആകുമെന്നും സുരേഷ് ഗോപി പറയുന്നു. പുതിയ സർക്കാർ ഗൈഡ് ലൈൻ പ്രകാരം എയിംസിനായുള്ള ശുപാർശ നൽകണം. തൃശൂർ, ഇടുക്കി എന്നീ ജില്ലകളെയും പരിഗണിക്കണം. അടുത്ത ബജറ്റിൽ തന്നെ ഉൾപ്പെടുത്താവുന്ന തരത്തിൽ ഈ ആവശ്യം ഉന്നയിക്കണമെന്നും കൂടെ സുരേഷ് ഗോപി പറഞ്ഞു. രാജ്യത്തെ ഇന്ധനവില കൂടിയതിനും സുരേഷ് ഗോപി പ്രതികരിച്ചു. താൻ മനസ്സിലാക്കിയിടത്തോളം 2 പ്രാവശ്യം മാത്രമാണ് ഇന്ധനവില കൂടിയിട്ടുള്ളത്. UPA ഭരണകാലത്ത് ഒരു യുദ്ധവും ഇല്ലാത്തപ്പോൾ എത്ര തവണ ഇന്ധനവില കൂടിയെന്ന് വിളംബരം ചെയ്യണമെന്നും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു. ഇന്ധന വിലക്കയറ്റം പിടിച്ചു നിർത്താൻ തനതായ രീതിയിൽ നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നത് കേരള സർക്കാരിന്റെ ഒരു ബുദ്ധിപരമായ നീക്കമാണ്. ഒരിക്കലെങ്കിലും പെട്രോളിന്റെ ടാക്സ് കുറയ്ക്കാൻ കേരള സർക്കാർ ശ്രമിച്ചിട്ടുണ്ടോ എന്നും, ഒരു യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പെട്രോളിന്റെ ടാക്സ് ഉയർന്നെങ്കിൽ അത് പിരിക്കില്ല എന്ന് കേരള സർക്കാർ തീരുമാനം എടുത്തില്ല എന്നും സുരേഷ് ഗോപി വിമർശിക്കുകയും ചെയ്തു. തനിക്ക് ഈ വിഷയത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ ഒരു സഹമന്ത്രിയുടെ രോദനമായി മാത്രം ഇതിനെ കണ്ടാൽ മതിയാകും. അതുകൊണ്ടാണ് വേണമെങ്കിൽ സംസ്ഥാനം ടാക്സ് കുറക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഈ വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നത്. തന്റെ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ചില സഹായങ്ങൾ അദ്ദേഹം ചെയ്യുന്നു എന്നത് ശരിയാണ്. സ്വയം തൊഴിൽ പദ്ധതിക്ക് വായ്പ അനുവദിക്കാത്ത ബാങ്ക് അധികൃതരുടെ നടപടിയെക്കുറിച്ച് സങ്കടം പറഞ്ഞ ഒരു വീട്ടമ്മയ്ക്ക് തണലായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ സുരേഷ് ഗോപി. ബൈസൺവാലി, മുട്ടുകാട്, അമ്പാട്ട്, ഗംഗ, ഋഷികേശിനാണ് സുരേഷ് ഗോപി സ്വന്തം ചെലവിൽ പുതിയൊരു ഓട്ടോറിക്ഷ മേടിച്ച് നൽകിയത്. 2 പതിറ്റാണ്ടിലേറെയായി ഏലത്തോട്ടങ്ങളിൽ കൂലിപ്പണി ചെയ്താണ് ഗംഗ തന്റെ കുടുംബം പുലർത്തുന്നത്. ബസ് ഡ്രൈവറായിരുന്ന ഭർത്താവ് ഋഷികേശ് ജീവിതശൈലി രോഗങ്ങൾ മൂലം 13 വർഷമായി ജോലിക്ക് പോകാൻ കഴിയാതെ കിടപ്പിലാണ്. അതോടെ ഗംഗയുടെ തോളിലായിരുന്നു ആ കുടുംബത്തിന്റെ മുഴുവൻ ഭാരവും. സ്വയം തൊഴിലിലൂടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ആഗ്രഹത്തോടെ 7 വർഷം മുമ്പാണ് ഗംഗ ഒരു ബാങ്കിൽ ഒരു ലോണിനായി അപേക്ഷ കൊടുത്തത്. എന്നാൽ അങ്ങനെ ഒരു പദ്ധതി നിലവിലില്ലെന്ന് പറഞ്ഞ് ബാങ്ക് അധികൃതർ അവരെ മടക്കി അയക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 30-ന് മൂലമറ്റത്ത് നടന്ന കലുങ്ക് സൗഹൃദ സംഗമത്തിൽ പങ്കെടുത്തപ്പോഴാണ് ഗംഗയ്ക്ക് സുരേഷ് ഗോപിയുമായി നേരിട്ട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയത്. ഇതിനായി ഇടുക്കിയിലെ വീട്ടിൽ നിന്നും 130 കിലോമീറ്ററോളം സ്കൂട്ടർ ഓടിച്ചാണ് അവർ മൂലമറ്റത്ത് വന്നത്. കുടുംബവിശേഷങ്ങളെല്ലാം ചോദിച്ചാലും സുരേഷ് ഗോപിയോട് മുദ്രാ ലോൺ നിഷേധിച്ച കാര്യം ഗംഗ പറഞ്ഞു. അത് കേട്ട ഉടനെ തന്നെ ഒരു ഓട്ടോറിക്ഷ വാങ്ങി നൽകാമെന്ന് അദ്ദേഹം ഗംഗയ്ക്ക് ഉറപ്പ് നൽകുകയായിരുന്നു. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ PA ഗംഗയെ ഫോണിൽ വിളിച്ച് കമ്പനിയിലേക്ക് ആ പണം കൈമാറിയിട്ടുണ്ടെന്നും അടിമാലിയിലെ ഷോറൂമിൽ ചെന്ന് വണ്ടി കൈപ്പറ്റാം എന്നും അറിയിക്കുകയായിരുന്നു. തുടർന്ന് അടിമാലിയിൽ നിന്നും പുതിയ ഓട്ടോറിക്ഷ ഗംഗയുടെ വീട്ടിലെത്തിച്ചു. ഉടനെ തന്നെ വീഡിയോ കോളിൽ വിളിച്ച സുരേഷ് ഗോപിയോട് ഗംഗ തന്റെ നന്ദി അറിയിക്കുകയും ചെയ്തു. ഒരു വ്യക്തി എന്ന നിലയിൽ സഹായങ്ങൾ ചെയ്യുന്ന ആളാണ് സുരേഷ് ഗോപി. പലപ്പോഴും അദ്ദേഹം അത് ചെയ്യുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുമുണ്ട്. എന്നാൽ ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പിന്റെ കീഴിൽ പലതും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയും. പക്ഷേ അക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാതെ ഇപ്പോഴും സ്വന്തം പോക്കറ്റിലെ പണം മുടക്കിയാണ് അദ്ദേഹം ഈ സഹായങ്ങൾ ചെയ്യുന്നത്.